കാസർഗോഡ് പെരിയ കല്യോട്ട് ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിധി പുറത്തു വരുമ്പോൾ മുൻ MLA ആയ കുഞ്ഞിരാമൻ അദ്ദേഹം പറയുന്നത് വലിയ രീതിയിൽ തൻ്റെ കുടുംബത്തെ വേട്ടയാടുന്നു എന്നുള്ള രീതിയാണ്. അതിനൊരു ഉത്തമ മറുപടി കൊടുത്തിരിക്കുകയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങ് വെച്ച് സഹിച്ചോ കുഞ്ഞിരാമനും കുടുംബവും എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. കാരണം 2 പിള്ളേരെ ഓടിച്ചിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് കുഞ്ഞിരാമൻ. ഈ 2 കുട്ടികൾ അവർ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖരായ പ്രവർത്തകരായിരുന്നു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് പകവെച്ച് പതിയിരുന്ന് CPMകാർ ആക്രമിച്ചത്. KK രമ കൃത്യമായി പറയുന്നുണ്ട്, ഇതിനകത്ത് ഇനിയും പ്രതി ചേർക്കപ്പെടേണ്ട പലരുമുണ്ട്, പലരെയും രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിച്ച് CBI അന്വേഷണം നടത്താതിരിക്കാൻ പല ശ്രമവും നടത്തി, കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ഈ കേസിൽ കൃത്യമായും ഒരു ദൈവവിളി പോലെ ആത്യന്തികമായ വിജയം, അതായത് ആ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു. കേസിൽ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ തെളിവുകളെ അട്ടിമറിക്കാനും പല ശ്രമങ്ങളും നടത്തിയതാണ്. CPIM കാസർഗോഡ് ജില്ല ശരിക്കും തകർന്ന നിമിഷമായിരുന്നു. കാരണം ഈ കൊലപാതകത്തിന് ശേഷം പിന്നീട് CPIM ഗതി പിടിച്ചിട്ടില്ല. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയായി കോൺഗ്രസ് മിന്നുന്ന വിജയമാണ് നേടിയെടുത്തത്. കോൺഗ്രസ്സിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത 2 ചെറുപ്പക്കാർ, അവരുടെ കുടുംബം, അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരിമാർ ഒക്കെ നമുക്കറിയാം. ഈ നാട് നെഞ്ചോട് ചേർത്ത് പിടിച്ചവരാണ് അവരെയൊക്കെ. കൃപേഷും ശരത് ലാലും മണ്ണിൽ നിന്ന് വിടവാങ്ങുമ്പോൾ, അവരെ 2 പേരെയും ഇല്ലായ്മ ചെയ്യുമ്പോൾ CPIMന് എന്താണ് കിട്ടിയത്? TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നപ്പോൾ CPIMന് എന്താണ് കിട്ടിയത്? ചോരക്കൊതി മാറാതെ കാട്ടാളന്മാരായി നടക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ, കൊടും ക്രിമിനലുകൾ, ഇവർ ഇങ്ങനെ സുഖിച്ച് രസിച്ച് ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായും സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് മുന്തിയ വക്കീലന്മാരെ വെച്ച് കേസ് വാദിച്ച് ജയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുതന്നെയാണ് ഈ സംസ്ഥാന സർക്കാരിനെ എന്നേക്കുമായി കൃത്യമായി നശിപ്പിക്കാൻ പോകുന്നത്. കനൽ ഒരു തരി പോലുമില്ലാതെ CPIM എന്ന പാർട്ടി ഓർമ്മകളിൽ മാത്രമാകുന്ന ഒരു സാഹചര്യം ഈ പതിറ്റാണ്ട് തന്നെ വരും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുതെ പറയുന്നതല്ല. കൃപേഷും ശരത് ലാലും 2 ദിവ്യ നക്ഷത്രങ്ങളായി കോൺഗ്രസിനുള്ളിൽ എന്നെന്നും നിലനിൽക്കും എന്നും അദ്ദേഹം പറയുകയാണ്. അതാണ് വാസ്തവം.